എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് ഈ CPM-കാർക്ക്. യുവതീ പ്രവേശന വിവാദ സമയത്ത് പോലും അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും വിശ്വാസികളെയും ചില്ലറയൊന്നുമല്ല ഇക്കൂട്ടർ അവഹേളിച്ചത്. അതൊക്കെ BJPയും വിശ്വാസികളും ചെന്ന് പ്രക്ഷോഭങ്ങളിലൂടെ അടിച്ചൊതുക്കുകയായിരുന്നു. അതാണ് ഗതികേട്. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM-കാർ കിടന്ന് വെള്ളം കുടിക്കുന്നതിന് കാരണം. വീണ്ടും മറ്റൊരു പണിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് പിണറായിയും ഗോവിന്ദനും കൂട്ടരും. എന്തായാലും മുൻ ദേവസ്വം പ്രസിഡന്റ് M. പത്മകുമാർ വരെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റിയ കേസിൽ തെളിവ് സഹിതമാണ് അകത്തായത്. അയ്യപ്പൻ അകത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പത്മകുമാറിന് മുകളിലുള്ള ആരുടെയും പേര് വരരുത്. അതിനൊരു കടുത്ത കുബുദ്ധിയാണ് പത്മകുമാറിന് CPM ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. കേറിയങ്ങ് ശബരിമല തന്ത്രിമാരുടെ പേര് പറയുക. അതോടെ ഭക്തർക്ക് അവരിലുള്ള വിശ്വാസം പോകണം. നമുക്ക് കിട്ടിയ പഴുതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യാം. ശബരിമലയിലെ ഇന്നത്തെ പേരും പോവും, അവിടുത്തെ തിരക്കും കുറയും. അതോടെ ഭക്തരുടെ അഹങ്കാരവും കുറയും. ഇതൊക്കെയാണ് ഈ CPM-കാരുടെ കാഞ്ഞ തലയിലുദിച്ച ബുദ്ധി. അങ്ങനെ A. പത്മകുമാർ തന്ത്രിമാരായ കണ്ഠര രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും പേര് എടുത്തു പറഞ്ഞു. അവർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ ആളാണെന്ന് വരെ പറഞ്ഞു വെച്ചു. പക്ഷേ അന്വേഷിക്കുന്നത് കേരള പോലീസിൻ്റെ സംഘമല്ല, ഹൈക്കോടതി നിയമിച്ച SIT ആണ്. അവർക്ക് ഈ പറഞ്ഞ കള്ളമൊക്കെ സത്യമാണെന്ന് തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണം. പറയുന്നതൊക്കെ തമ്മിൽ ആനയും ആടും പോലത്തെ ബന്ധമെങ്കിലും വേണം. പക്ഷേ അത് മാത്രം ഉറപ്പാക്കാൻ ഈ CPM-കാരെ കൊണ്ട് പറ്റുന്നില്ല. അത് സ്ഥിരം പരിപാടിയുമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രി കുടുംബങ്ങൾക്കെതിരെയുള്ള മൊഴികൾ വിശ്വാസികൾക്കിടയിൽ അമ്പരപ്പ് ആദ്യമുണ്ടാക്കി. പിന്നെ ഇതാ കടുത്ത അതൃപ്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് അവസാന വാക്കായി കരുതപ്പെടുന്ന തന്ത്രിമാർ തന്നെ ഇങ്ങനെ ആരോപണ വിധേയരായത് ഗൗരവമേറിയ കാര്യം തന്നെയാണ്. ആരോപണം ഉന്നയിച്ച അവിശ്വാസിയായ CPM-കാരൻ്റെ വാക്കുകളെ ഭക്തർ അർഹിക്കുന്ന അവജ്ഞയോടെയാണ് തള്ളിക്കളയുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മൊഴി തന്ത്രിമാരെ സംശയ നിഴലിൽ നിർത്തി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റി ശബരിമലയിലെത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറിവോടെയാണെന്നാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് പോറ്റിയെ വിശ്വസിച്ചതെന്നും കൂടുതൽ അടുപ്പം കാട്ടിയതെന്നും വരെ പത്മകുമാർ പറയുന്നു. കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്നും ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുവാദം നൽകിയതായും പത്മകുമാർ തർപ്പിച്ചു പറഞ്ഞു. അത് ശരിയാണ്. ഈ തന്ത്രിമാരെ സംശയനിഴലിൽ നിർത്തിയതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകൾക്കും കൊള്ളയ്ക്കും തന്ത്രിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന മട്ടിലുള്ള കുപ്രചരണങ്ങൾ പോലും വിശ്വാസികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കുമെന്ന വിലയിരുത്തലും ഇപ്പോഴുണ്ട്. ഇനി തന്ത്രി കണ്ഠരര് രാജീവരുടെ മറുപടി കൂടി കേൾക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം, എന്നാൽ അയാളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് താനല്ല. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരായ രാജീവരുടെയും മോഹനുടെയും മൊഴി SIT എടുത്തപ്പോഴാണ് രാജീവരുടെ ഈ വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണ്. തന്ത്രിയാണ്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ദൗത്യം. അത് ചെയ്തു. അത് തങ്ങളുടെ താന്ത്രിക ചുമതലയാണ്. അതിൻ്റെ ഭാഗമാണെന്നാണ് രാജീവരുടെ മൊഴി. ശബരിമല ക്ഷേത്രത്തിലെ ആചാര സംബന്ധമായ കാര്യത്തിനുള്ള അവസാന വാക്ക് ഇനി എന്തു തന്നെയായാലും അത് താഴമൻ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, AKG സെൻറ്ററിൽ നിന്നുമല്ല. അങ്ങനെ ഇനി മുതൽ തന്ത്രിമാർ ശബരിമല ഭരിക്കേണ്ട, AKG സെൻറ്ററിൽ നിന്നും ഭരിച്ചോളാം എന്ന് പറഞ്ഞാലൊന്നും കേരളം അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. ആ പൂതി അങ്ങ് പിണറായിയും ഗോവിന്ദനും ഗോവിന്ദയാക്കി മനസ്സിൽ വച്ചിരുന്നാൽ മതി. ഐതിഹ്യപ്രകാരം കേരളം സൃഷ്ടിച്ച പരശുരാമനിൽ നിന്നും ദൈവികമായി ലഭിച്ച അവകാശം പവിത്രമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ താഴമൺ കുടുംബം. അവർക്കെതിരെ ഇത്തരത്തിൽ കടുത്ത ദുഷ്പ്രചരണം നടത്തുന്നത് അയ്യപ്പനെതിരായ നീക്കമായാണ് ഭക്തരിപ്പോൾ കാണുന്നത്. പിന്നെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായും അടുത്ത ബന്ധമെന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ പത്മകുമാർ തന്ത്രിക്കിട്ട് മാത്രമല്ല സുരേന്ദ്രനിട്ട് ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ തന്ത്രിക്കെതിരെ പറഞ്ഞത് കളവാണെങ്കിലും ഇപ്പോഴിതാ കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അതിന് തെളിവുകളുമുണ്ട്. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റി ശബരിമലയിൽ സജീവമായിരുന്നു എന്നാണ് പത്മകുമാർ തുടർന്ന് മൊഴി നൽകിയിരിക്കുന്നത്.
താൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ സഹായങ്ങളും നേടിയെടുത്തത്. സന്നിധാനത്തിൽ തൻ്റെ മുറി പോറ്റിക്ക് നൽകിയതുവരെ ദേവസ്വം ഉദ്യോഗസ്ഥരെന്നാണ് അന്നത്തെ ആ ദേവസ്വം പ്രസിഡന്റ് ഒരു മൊഴി. സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പത്മകുമാർ പക്ഷേ ഇതുവരെയും അംഗീകരിച്ചിട്ടേ ഇല്ല. അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലത്രേ. അയ്യപ്പൻ്റെ സ്വർണം അതവിടെ വെറുതെ ഇരുന്നു, താൻ എടുത്തു എന്ന ഭാവമാണ് ഈ ഇടത് നിരീശ്വരവാദിക്ക്. കട്ടളപ്പാളികൾക്ക് കാലപ്പഴക്കത്തിൽ തൊന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നടപടി സ്വീകരിച്ചത്. അല്ലാതെ പോറ്റിക്ക് സ്വർണം തട്ടാനല്ല താൻ ചെമ്പെന്ന് എഴുതി കൊടുത്തത് എന്നാണ് പത്മകുമാറിൻ്റെ ഇപ്പോഴത്തെ വരട്ട് ന്യായം. തീരുമാനം താൻ മാത്രമായി എടുത്തതല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണെന്നും പത്മകുമാർ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും താഴമൺ കുടുംബത്തിൽ നിന്നും തന്നെയാകും ഇനി അങ്ങോട്ട് എത്ര തലമുറ കഴിഞ്ഞാലും ശബരിമലയിലെ താന്ത്രികർ. അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ഭരണം മാറി AKG സെൻറ്ററിൽ നിന്നും പുതിയ തന്ത്രിയെ നിയോഗിക്കാമെന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അതങ്ങ് കയ്യിൽ വച്ചിരുന്നാൽ മതി. ശബരിമലയിലേക്ക് എടുക്കണ്ട എന്നാണ് ഇപ്പോൾ ഭക്തരുടെ നിലപാട്. അടുത്ത സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം മറ്റൊരു പ്രക്ഷോഭത്തിന് ഭക്തരല്ല CPM ആണ് ഇവിടെ വഴിവെട്ടി തുറന്നുകൊണ്ടേയിരിക്കുന്നത്.